ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ് കഴിഞ്ഞ 12 വർഷമായി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ഓഹരി നിക്ഷേപകന് ഉണ്ടാകേണ്ട മനോഭാവമാണ്. അതായത് ഓഹരികളിൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം, ഏത് രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവിത വിജയത്തിന് എല്ലായ്പ്പോഴും അറിവും അതേപോലെ തന്നെ പരിശീലനവും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടായിരിക്കണം. ഓഹരി നിക്ഷേപത്തിലും ഇത് പ്രധാനമാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓഹരി നിക്ഷേപകന് ചില കാര്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അതിലൊന്നാണ് ഗ്രീഡ്, മറ്റൊന്നാണ് ഫിയർ. അതായത് ആർത്തിയും പരിഭ്രാന്തിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓഹരി വിപണിയിൽ പലപ്പോഴും നമ്മൾ നിക്ഷേപിച്ച ഓഹരികൾ വളരെ വലിയ നേട്ടത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുമ്പോൾ അതേ രീതിയിൽ തന്നെ വിലകേറിയ പല ഓഹരികളും താഴേക്ക് വരുന്നതായി കാണാം. വളരെ ചുരുക്കം ചില ഓഹരികൾ മാത്രമേ ദീർഘകാലത്തിൽ മൾട്ടി ബാഗറുകളായി മാറുകയുള്ളൂ. കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 5% താഴെ മാത്രം. 3000-ൽ അധികം ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആക്റ്റീവായി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ അവയിൽ 5% മാത്രം മൾട്ടി ബാഗറുകൾ ആകുമ്പോൾ പലരും വിചാരിക്കുന്നത് തങ്ങൾ നിക്ഷേപിക്കുന്ന ഓഹരി മൾട്ടി ബാഗർ ആകട്ടെ, അതിനുശേഷം ഞാൻ വിൽക്കാം എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഓഹരികൾക്ക് പല സ്വഭാവമുണ്ട്. ചില ഓഹരികൾ റേഞ്ച് ബൗണ്ട് സ്റ്റോക്കാണ്. റേഞ്ച് ബൗണ്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും മാറി മാറി വരുന്ന സ്റ്റോക്കുകൾ. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ സപ്പോർട്ട് ലെവലിനും റെസിസ്റ്റൻസ് ലെവലിനും ഇടയിൽ നിൽക്കുന്ന ഓഹരികളാണ് റേഞ്ച് ബൗണ്ട് ഓഹരികൾ. ഇത്തരം ഓഹരികളിൽ ഒരിക്കലും ഒരു മൾട്ടി ബാഗുകളിൽ ഉള്ളതുപോലെ വലിയൊരു റിട്ടേണിന് വേണ്ടി ദീർഘകാലം നമുക്ക് കാത്തിരിക്കുവാനായി സാധിക്കില്ല. താഴെ വാങ്ങിച്ച് മുകളിൽ കൊടുക്കുന്ന രീതിയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ബൈ ലോ സെൽ ഹൈ എന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഗ്രീഡിയായ ഒരു നിക്ഷേപകന്, ആർത്തിയുള്ള ഒരു നിക്ഷേപകന് ഒരിക്കലും ഈ റെസിസ്റ്റൻസ് ലെവലിൽ വിൽക്കാനായി സാധിക്കുന്നില്ല. 100 രൂപ വിലയുള്ള ഒരു ഓഹരി 125 ആകുമ്പോൾ വീണ്ടും വലിയൊരു വിലയ്ക്ക് അദ്ദേഹം കാത്തിരിക്കുകയും വിറ്റൊഴിയാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഓഹരി അതിൻ്റെ സപ്പോർട്ട് ലെവലിലേക്ക്, അതായത് സ്ഥിരം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ബേസ് ഫോർമേഷൻ ഉണ്ടാകുന്ന പ്രൈസാണ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. വീണ്ടും അവിടെ നിന്ന് തിരിച്ചു കയറുന്ന ഒരു രീതിയും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലാഭം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ്. കാരണം ലാഭം വരുമ്പോൾ അത് ബുക്ക് ചെയ്ത് കിട്ടിയ ലാഭം കൊണ്ട് സംതൃപ്തി നേടാനുള്ള ഒരു മനസ്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഗ്രീഡിയാകാതെ ഇത്തരം ഓഹരികളിൽ, റേഞ്ച് ബൗണ്ട് ഓഹരികളിൽ ലാഭമെടുക്കാനായി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭയമാണ്. ഫിയർ ഫാക്ടർ നിക്ഷേപകർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പൊടുന്നനെ ഒരു ഓഹരിയുടെ വില ഇടിയുമ്പോൾ, ഓഹരിയുടെ വില പകുതിയാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് താഴേക്കൊക്കെ പോകുമ്പോൾ 50%, 55% ഒക്കെ നഷ്ടം കാണുമ്പോൾ പലരും ഭയക്കാറുണ്ട്. ആ സമയത്ത് നഷ്ടത്തിൽ ഓഹരികൾ വിൽക്കാറുണ്ട്. അവർ അപ്പോൾ ചിന്തിക്കുന്നത് ഇനിയുള്ള നഷ്ടം ഞാൻ സഹിക്കേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അവർ തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുന്നത്. കൂടുതൽ നഷ്ടം ഉണ്ടാകും എന്ന ഭയത്തിൽ പരിഭ്രാന്തരായി അവർ വിറ്റൊഴിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു മനോഭാവം ഓഹരി നിക്ഷേപകർക്ക് വളരെ ദോഷം ചെയ്യും. അടുത്ത കാലത്ത് ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് കറക്ഷനിൽ പരിഭ്രാന്തരാകാതെ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടതെന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, സൂചിക റിവൈവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ബോട്ടത്തിലേക്ക് വന്ന മാർക്കറ്റ് കറക്ഷനെ തുടർന്ന് 10,000 ലെവലിലേക്ക് വന്ന നിഫ്റ്റി സൂചിക അവിടുന്ന് റിവൈവ് ചെയ്ത് ഏകദേശം 500 പോയിന്റിലധികം റിവൈവ് ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു. അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് സൂചികയിൽ റിവൈവൽ ഉണ്ടായി, സ്മോൾ ക്യാപ്പ് സൂചികയിൽ റിക്കവറി ഉണ്ടായി.
നിരവധി ഓഹരികളിൽ ഏകദേശം 10%, 15% ഒക്കെ മുന്നേറ്റം കഴിഞ്ഞ കറക്ഷന് ശേഷം ഉണ്ടായി. അതായത് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാങ്ങിക്കുവാൻ സാധിച്ചവർക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഫിയർ ഫാക്ടർ ഉള്ള ആളുകൾ, പരിഭ്രാന്തരായ ആളുകൾ അവിടെ വാങ്ങിക്കുകയില്ല. അവർക്ക് ലാഭം നേടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിനുമുമ്പ് അവർ ഹോൾഡ് ചെയ്ത ഓഹരികൾ പരിഭ്രാന്തരായി കറക്ഷൻ സമയത്ത് വിറ്റൊഴിയുകയാണെങ്കിൽ അവർക്ക് ആ സാധ്യത, ലാഭത്തിൻ്റെ സാധ്യത നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഭയവും ആർത്തിയും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു മനോഭാവം, വളരെ പോസിറ്റീവായ ഒരു മനോഭാവം ഒരു ഓഹരി നിക്ഷേപകന് ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓഹരി നിക്ഷേപം മറ്റ് നിക്ഷേപ മാർഗങ്ങളെക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അറിവും അതേപോലെ തന്നെ കഴിവും ആവശ്യമാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നോളജ് ആൻഡ് സ്കിൽസ് ആവശ്യമുള്ള ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓഹരി വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പലതരത്തിലുള്ള ഓഹരികളുടെ ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഗ്രോത്ത് സ്റ്റോക്സ് ഉണ്ട്, സ്ഥിരമായിട്ട് കയറുന്ന, സ്ഥിരമായിട്ട് ബിസിനസ് പുരോഗതി ഉണ്ടാകുന്ന ഓഹരികളാണ് ഗ്രോത്ത് സ്റ്റോക്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ കുറച്ചു മുമ്പ് വിവരിച്ചതുപോലെ റേഞ്ച് ബൗണ്ട് സ്റ്റോക്കുകളുമുണ്ട്. അതായത് ചില വില നിലവാരത്തിന് ഇടയിലായി മാത്രം കളിക്കുന്ന ഓഹരികളാണ് റേഞ്ച് ബൗണ്ട് സ്റ്റോക്സ്. എന്നാൽ ബിയറിഷ് സ്റ്റോക്കുകളുമുണ്ട്. ഇത് ഏത് സ്റ്റോക്കാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്ന് മുൻകൂറായിട്ട് അറിയാൻ കഴിയണം. വാങ്ങിച്ചതിന് ശേഷം അറിയുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ബിയറിഷ് സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ കഴിയണം. കഴിഞ്ഞ 3-4 വർഷമായി സ്ഥിരമായി ഇറങ്ങുന്ന ഓഹരികളുണ്ട്, അവയൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയണം. കടബാധ്യത വളരെയധികം കൂടിയ കമ്പനികൾ, ബിസിനസ് തിരിച്ച് വരാൻ സാധിക്കാതെ നഷ്ടത്തിൽ പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ തകർച്ച നമ്മൾ കണ്ടതാണ്. മുമ്പുണ്ടായിരുന്ന വളരെ വലിയ പല കൺസ്ട്രക്ഷൻ കമ്പനികളും ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. JP അസോസിയേറ്റ്സ് ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് ബിയറിഷ് ട്രെൻഡ് ഉള്ള ഓഹരികൾ അല്ലെങ്കിൽ ബിസിനസ്സിനെ പ്രശ്നം നേരിടുന്ന ഓഹരികൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ള ഒരു നിക്ഷേപ രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് ചിന്തിച്ചുറപ്പിക്കുകയും വേണം. അതായത് ഏകദേശം ഒരാഴ്ച കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ താഴെയുള്ള ഓഹരിയിലെ മൂവ്മെൻറ്റ് കൊണ്ട് ലാഭം ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഓഹരികളുടെ സ്വിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്വിങ്ങിൻ്റെ എൻഡിൽ വിറ്റുമാറാനായി സാധിക്കണം. ചിലപ്പോൾ കേവലം 5% അല്ലെങ്കിൽ 8% ആയിരിക്കും ഓഹരി സൂചികയിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം കൊണ്ട് നേടാൻ സാധിക്കുന്നത്. അത്തരം സ്വിങ്ങുകൾ ഫലപ്രദമായിട്ട് താഴെ വാങ്ങിച്ച് മുകളിൽ കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതിനുള്ള ഒരു ക്ഷമ നമുക്ക് വേണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ വേണം. ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ലാഭ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 10% അല്ലെങ്കിൽ 15% ഒക്കെ 3 മാസത്തിലോ 4 മാസത്തിലൊക്കെ വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ പീരീഡ് അനുസരിച്ച് ലാഭവ്യത്യാസം ഉണ്ടാകാറുണ്ട്. അത് നോക്കി ചെയ്യുവാനായിട്ട് സാധിക്കണം. എന്നാൽ ദീർഘകാല നിക്ഷേപകർക്ക് ലാഭസാധ്യത കൂടുതലാണ്. പലപ്പോഴും ഓഹരികൾ ഇരട്ടിയോ അതിലധികമോ ഒക്കെ ആകുന്നതായിട്ട് കാണാം. അതിനുണ്ടാകേണ്ട മനോഭാവം വേറൊരു രീതിയിലാണ്. അതായത് തങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്കുകൾ ഓരോ ക്വാർട്ടറിലും റിസൾട്ടുകൾ വരുമ്പോൾ പരിശോധിക്കുകയും കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഈ ക്വാർട്ടറിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട ഫിനാൻഷ്യൽ റിസൾട്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെ മെച്ചപ്പെട്ടു പോകുന്ന ഒരു കമ്പനി ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെക്ടറിൻ്റെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. പല സമയത്ത് പല സെക്ടറിൽ പല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. സെക്ടർ റൊട്ടേഷൻ എന്ന് പറയും. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമ ഒരു നിക്ഷേപകന് ഉണ്ടായിരിക്കണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് IT സെക്ടറിലുള്ള ഓഹരികൾ വളരെ വലിയ നേട്ടം ഈ കറക്ഷൻ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. മുമ്പൊരിക്കൽ ഞാൻ തന്നെ പരിശോധിച്ചിരുന്ന ഒരു ഓഹരിയാണ് മൈൻഡ് ട്രീ. വളരെ കാലം അത് ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. എന്നാൽ ഈ വർഷം ഏറ്റവും പെർഫോം ചെയ്ത ചില ഓഹരികളിൽ ഒന്നായിട്ട് മൈൻഡ് ട്രീ മാറിയിരിക്കുന്നു. അതായത് പലപ്പോഴും നമ്മൾ മോശമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ അട്രാക്ഷൻ ഇല്ലാതിരിക്കുന്ന ഓഹരികൾ മുമ്പോട്ട്
വരുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം ആ ഒരു ഓഹരിയുടെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്. മികച്ച മാനേജ്മെൻറ്റാണ് അതിനുള്ളത്. പ്രശസ്ത ഒരു എഴുത്തുകാരൻ ആയിട്ടുള്ള സുബ്രതോ ബാഗ്ചി ആ കമ്പനിയുടെ പ്രൊമോട്ടറാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല ഒത്തിരി വശങ്ങൾ ഉള്ള കമ്പനികളുണ്ട്. അവയെപ്പറ്റിയൊക്കെ പഠിക്കുവാനുള്ളൊരു മനസ്സ്, അവയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഒരു ആഗ്രഹം, ഒരു പാഷൻ ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നോളജിനും സ്കില്ലിനും വേണ്ടിയിട്ടുള്ള ഒരു പാഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്, ഗ്രീഡിനെയും ഫിയറിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ യാതൊരു ടെൻഷനുമില്ലാതെ വിജയകരമായി പോകുന്ന ബിസിനസ്സുകളിൽ ഭാഗമാക്കാകുന്നതിനുള്ള ഒരു അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നല്ല ഒരു നിക്ഷേപ മനോഭാവത്തോടുകൂടി മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.